ലാലേട്ടൻ സിനിമേന്റെ കളക്ഷൻ തന്നെ മകൻ തകർത്തിരിക്കുകയാണ്. അപ്പന്റെ മോൻ തന്നെ. എന്തായാലും ആ ഒരു കളക്ഷൻ റിപ്പോർട്ടിലോട്ട് തന്നെ പോകാം നമുക്ക്. അതിന് പക്ഷേ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് സുരഭി ചാനൽ. ഈ വർഷം പുറത്തിറങ്ങിയ പ്രണവിന്റെ മറ്റൊരു സിനിമയാണ് നമ്മുടെ ഡൈസർ എന്ന് പറഞ്ഞ സിനിമ. രാഹുൽ സദാശിവനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രിസ്റ്റോ സേവർ ആണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഒക്ടോബർ 31 ഹലോവിൻ പ്രമാണിച്ചാണ് സിനിമ റിലീസിന് വന്നത്. സിനിമേന്റെ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ അപ്രോക്സ് ആയിട്ട് 4 കോടിന് മുകളിലാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സിനിമേന്റെ ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് അപ്രോക്സിമേറ്റ് ആയിട്ട് 11,63,00,000 കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാം ദിവസത്തെ വേൾഡ് വൈഡും വന്നിരിക്കുകയാണ്. നിലവിൽ ഓൾമോസ്റ്റ് ശനിയാഴ്ച മാത്രം സിനിമയ്ക്ക് വേൾഡ് വൈഡ് 14 കോടിയുടെ അടുത്തായിട്ടാണ് അപ്രോക്സിമേറ്റ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അതിൽ കേരളത്തിന് മാത്രം 2 ദിവസത്തെ കളക്ഷൻ നോക്കുമ്പോൾ 9,83,00,000 കാണാൻ സാധിക്കുന്നത്. രണ്ടാം ദിവസം സിനിമയ്ക്ക് ശനിയാഴ്ച കേരളത്തിന് 5,15,00,000 കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് 2 ദിവസം കൊണ്ട് 9,83,00,000 വന്നത്. ഇനി സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സിനിമയ്ക്ക് 2 ദിവസത്തെ വേൾഡ് വൈഡ് പരിശോധിക്കുമ്പോൾ 25,65,00,000 കാണാൻ സാധിക്കുന്നത്. 25 കോടിന് മുകളിൽ തന്നെയാണ് സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ കാണുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു ബ്ലോക്ക് ബസ്റ്റർ ഓപ്പണിംഗ് വീക്കെൻഡ് തന്നെയാണ് ഡൈസറ സിനിമയെ തേടി വരാൻ പോകുന്നത്. ഞായറാഴ്ച ദിവസം മാത്രം സിനിമയ്ക്ക് നല്ലൊരു ഓപ്പണിംഗ് ആണ് വരാൻ പോകുന്നത്. കാരണം സിനിമയ്ക്ക് രാവിലെ 9 മണീന്റെ കളക്ഷൻ നോക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് 9 മണി വരെ ട്രാക്കിംഗ് നോക്കുമ്പോൾ തന്നെ 3 കോടി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് സിനിമ ഡൈസറ സിനിമ. അത് മാത്രമല്ല ഇന്നലെ രാത്രി ഓൾമോസ്റ്റ് 230 ലേറ്റ് നൈറ്റ് ഷോസും സിനിമയിൽ നല്ലപോലെ കളക്ഷനിൽ വരാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. പല തിയേറ്ററുകളിലും 230 ലേറ്റ് നൈറ്റ് ഷോസ് ആണ് പല തിയേറ്ററുകളിലും ഓടിയിരിക്കുന്നത് ഇന്നലെ മാത്രം വൈകുന്നേരം. എന്തായാലും സിനിമേന്റെ ഇന്നൊരു ദിവസം അവസാനത്തോടെ സിനിമ വേൾഡ് വൈഡ് ഓൾമോസ്റ്റ് 40 കോടിയിലോട്ട് വരാനാണ് ചാൻസ് കാണുന്നത്. ടോട്ടൽ 3 ദിവസത്തെ കളക്ഷൻ എന്തായാലും. ഇനി എന്തായാലും ലാലേട്ടൻ സിനിമയുടെ കളക്ഷൻ തകർത്ത കാര്യം നമുക്ക് സംസാരിക്കാം. ലാലേട്ടന്റെ ഏറ്റവും ഉയർന്ന കളക്ഷൻ ഒരു സിനിമയാണ് എമ്പുരാൻ തുടരും ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമ. ഈ വർഷം നല്ല ഓപ്പണിംഗിൽ അതിൽ എമ്പുരാൻ സിനിമ നോക്കുകയാണെങ്കിൽ ആദ്യ വാരം പുറത്തിറങ്ങിയ സിനിമയാണ്. 68 കോടി 2 ലക്ഷമാണ് സിനിമയുടെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് ഈ വർഷം. രണ്ടാം സ്ഥാനം തുടരും സിനിമയാണ് 17 കോടി 18 ലക്ഷമായിട്ട്. മൂന്നാം സ്ഥാനം നമ്മുടെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമയാണ് 8 കോടി 43 ലക്ഷമായിട്ട്. ആ ഒരു സിനിമയുടെ കളക്ഷൻ നമ്മുടെ ഡൈസറ എന്ന് പറഞ്ഞ സിനിമ തകർത്തിരിക്കുകയാണ് നമ്മുടെ പ്രണവ്. ഓൾമോസ്റ്റ് 11 കോടി 63 ലക്ഷമായിട്ട്. ഇപ്പൊ മൂന്നാം സ്ഥാനം നമ്മുടെ ഡൈസറ സിനിമയാണ്. നമ്മുടെ HP അല്ലെങ്കിൽ നമ്മുടെ സത്യനന്ദിക്കാടിന്റെ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ കളക്ഷൻ തകർത്തുകൊണ്ട് എന്തായാലും ഈ വർഷം അപ്പനും മോനും തൂക്കി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് സിനിമയുടെ ഞായറാഴ്ചത്തെ കളക്ഷനായിട്ട് ഒരു കിണ്ണം കളക്ഷൻ തന്നെയായിരിക്കും ഞായറാഴ്ച വരാൻ പോകുന്നത്. എന്തെങ്കിലും കാത്തിരിക്കാൻ നമുക്ക് സിനിമയുടെ ഞായറാഴ്ചത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായിട്ട് നിമിഷമില്ലാതെ ഇത് കാണുന്നതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് സുരഭി ചാനൽ. അതുപോലെ തന്നെ ചാനലിലെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പടം കണ്ടൊരു പടത്തിന്റെ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുക. കാത്തിരിക്കാൻ ചെയ്യുക കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ്റെ നിമിഷമില്ലാതെ ഇത് കാണാൻ സബ്സ്ക്രൈബ് സ്റ്റോക്സ് സൈനിങ് ഓഫ്.